മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. In the last class or in the earlier classes, we discussed about the form of authority that provides in the European continent. They are Eastern Roman Empire and Western Roman Empire. We studied the Western Roman Emperor Charlemagne, how he became Holy Roman Emperor and his administrative reforms. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്ന ഷാലമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചും അദ്ദേഹം എങ്ങനെയായിരുന്നു പരിശുദ്ധനായ റോമൻ ചക്രവർത്തിയായത് എന്നുമായി. യു ആർ ഓൾ വെരി ഫെമിലിയർ അബൌട്ട് ദോസ് തിങ്സ് ആൻഡ് I have also given you some activities related with that topic and I think that you have already done it. Next we have to discuss about the Arab Empire. Arab Empire എന്ന് പറയാം, അറേബ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇറാന്, ഇറാഖ്, സൗദി അറേബ്യ എന്നീ 3 പ്രദേശങ്ങൾ അല്ലെങ്കിൽ 3 കൺട്രീസ് ഉൾപ്പെടുന്നതായിരുന്നു ഇറാന്. ഗ്ലോബിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഏഷ്യൻ കോണ്ടിനെന്റിലെ സൗദി അറേബ്യ, then Iran, Iraq. Arab Empire includes the countries Iran, Iraq and Saudi Arabia. Arab Empire was formed by Prophet Muhammad, or the head of the Arab Empire was Prophet Muhammad. മുഹമ്മദ് പ്രവാചകനായിരുന്നു അറബ് സാമ്രാജ്യം രൂപീകരിച്ചത്. We know that he was died in 632 C, അതായത് 632 സിയില് അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിന് ശേഷം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് അറബ് എംപയർ വാസ് റൂൾഡ് ബൈ early caliphs. അത് ആദ്യകാല ഖലീഫമാര് ആയിരുന്നു അറേബ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. There were 4 early caliphs. അതായത് ആദ്യകാല ഖലീഫമാരെന്ന് പറയുന്ന 4 ഖലീഫമാരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി. ഇറ്റ് ഈസ് given in the textbook, page number 13. Early caliphs were the Abu Bakr, Umar, Usman and Ali, and their periods were also given in the textbook, page number 13. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ ഈ 3 പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ 3 കൺട്രീസ് ഉൾപ്പെടുന്നതാണ് അറബ് സാമ്രാജ്യം എന്ന് പറയുന്നത്. അറബ് സാമ്രാജ്യം രൂപീകരിച്ചത് മുഹമ്മദ് പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അതായത് 632 സി, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്, the Arab Empire was ruled by early caliphs and their name were then the Abu Bakr, Usman, then next Umar and Ali respectively. Understand? I hope that you are very familiar about these things. നമ്മൾ അറബ് സാമ്രാജ്യത്തെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ആദ്യകാല ഖലീഫമാർക്ക് ശേഷം അറേബ്യൻ സാമ്രാജ്യം ഭരിച്ചതായ 2 രാജവംശത്തെ കുറിച്ചാണ്. അതായത് ഉമവിയ ഡൈനാസ്റ്റി ആൻഡ് അബ്ബാസിഡ്സ്. ഉമവിയ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ they started a centralized system of administration in Arab Empire and they issued 2 types of coins. The gold coin called dinar and silver coin called dirham, and their capital city was Damascus. ഡമാസ്കസ് ആയിരുന്നു അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അവര് സെൻട്രലൈസ്ഡ് അതായത് കേന്ദ്രീകൃത ഭരണ സംവിധാനം അവിടെ കൊണ്ടുവന്നു. 2 തരത്തിലുള്ളതായ നാണയങ്ങള്, ദിനാർ സ്വർണ്ണ നാണയവും ദീർഘം വെള്ളി നാണയവും അവര് അടിച്ചിറക്കി. ഓരോ കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഉമവിയ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് 2 തരത്തിലുള്ള നാണയങ്ങൾ അവര് അടിച്ചിറക്കി. അവരുടെ ക്യാപിറ്റൽ ദമാസ്കസ് ആയിരുന്നു. അടുത്തത് അബ്ബാസിഡ്സ്. Then their capital city was Baghdad, and the outstanding ruler of that
Abbasid was Harun al-Rashid. He made outstanding contributions in Arabic Empire. Harun al-Rashid. Harun al-Rashid made valuable contributions in Arab Empire. He introduced a large number of welfare measures in his country for the welfare of his people. അതായത് ജനങ്ങളുടെ ക്ഷേമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ധാരാളം സംഭാവനകൾ നൽകിയ ഒരു നല്ല ഭരണകർത്താവായിരുന്നു ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നു. He started firstly hospitals in Arab Empire. അറബ് എംപയറിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ആശുപത്രികൾ സ്ഥാപിച്ച ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നു. And he imposed the rule of law very strictly in his country. He was very famous for his rule of law. അതായത് നിയമവാഴ്ച വളരെ കർക്കശമായിട്ട് നടത്തിയതായ ഒരു ഭരണകർത്താവായിരുന്നു ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നത്. His rule of law was based on the principles of Islam. ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾക്കനുസൃതമായിട്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹാറൂൺ അൽ റഷീദ് തന്റെ നിയമം ക്രോഡീകരിച്ചിരുന്നതും നിയമം നടപ്പിലാക്കിയതും. He strictly imposed rule of law in his country. And in his time, the people of Arab Empire can really move any part of this country without any fear. അത് യാതൊരു ഭയവുമില്ലാതെ തന്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായി. The people of Arabia can move or travel freely without any fear throughout his country. That was his major contribution. അതിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് തന്റെ ജനങ്ങൾക്ക് തന്റെ രാജ്യത്ത് ഏത് സമയവും യാതൊരു ഭയവുമില്ലാതെ നടക്കാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ എന്ന് അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം റിലീജിയൻ. Can you understand what I am saying? Follow me. പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ന് പഠിച്ചത് അറബ് എംപയറിനെ കുറിച്ച് പഠിച്ചു. അറബ് എംപയറിൽ തന്നെയാണ് അറബ് എംപയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രോഫിറ്റ് മുഹമ്മദ്, then early caliphs, then അവിടുത്തെ ഡൈനാസ്റ്റി, ഉമയ്യ ഡൈനാസ്റ്റി, then next about then the Abbasids. His capital was Baghdad. അപ്പോഴ് മദീന, the next Damascus, Baghdad. 3 ക്യാപിറ്റൽ സിറ്റീസിനെ കുറിച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, Harun al-Rashid was a famous ruler or an efficient ruler of Arab Empire, and examine this relevance with his administrative reforms. അതായത് അബ്ബാസിഡ്സിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നല്ലതുപോലെ പഠിക്കും. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. When we study about Ottoman Empire, the reason behind the downfall of the Eastern Roman Empire was the capture of Constantinople by the Turks. അതായത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ അധപതനത്തിന്റെ കാരണമെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ തുർക്കികൾ പിടിച്ചടക്കിയതാണ്. അപ്പോൾ വളരെ ശക്തരായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം എന്നതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The notable ruler of Ottoman Empire was Suleiman. Or Ottoman Empire reached its zenith during his time. അതായത് ഓട്ടോമൻ സാമ്രാജ്യം അതിന്റെ പുരോഗതിയുടെ ഔന്നത്യത്തിലെത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് സുലൈമാന്റെ കാലഘട്ടത്തിലാണ്. He is known as Al-Qanuni, that means lawgiver, നിയമദാതാവ്. He is known as Al-Qanuni, that means lawgiver or നിയമദാതാവ്. And he started a centralized system of administration in Turkey, and also he codified the law. In his time,
many European countries became the part of Turkish Empire. From this we can understand that European countries recognized or realized the strength of military force of Asia. അതായത് ഏഷ്യ എന്ന് പറയുന്നത് അല്ലെ തുർക്കി സാമ്രാജ്യം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ ഏഷ്യയുടെ മിലിറ്ററി പവർ, സൈനിക ശക്തി എന്താണെന്ന് യൂറോപ്യൻസിന് മനസ്സിലായത് സുലൈമാന്റെ കാലഘട്ടത്തില് ആണ്. അപ്പം നമ്മളിപ്പോ പഠിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ സുലൈമാനെ കുറിച്ചാണ്. സുലൈമാൻ ശക്തനായ ഒരു നേതാവായിരുന്നു. ഓട്ടോമൻ എംപയർ became its zenith during his time. അതുപോലെ തന്നെ many European countries became the part of Turkish Empire during his time. And from this we can understand that or can identify or recognize they recognized the military force of Asia. ഏഷ്യയുടെ സൈനിക ശക്തി സുലൈമാന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു, അദ്ദേഹത്തെ വെച്ച പേരെന്തായിരുന്നു, അതിന്റെ അർത്ഥം എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കേണ്ടത്. നെക്സ്റ്റ് എംപയർ ഈസ് മംഗോളിയൻ എംപയർ. മംഗോളിയ ഈസ് എ പ്ലേസ് ഓർ റീജിയൻ ദാറ്റ് സിറ്റുവേറ്റ്സ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. അതായത് മംഗോളിയ, ഇത് നമുക്ക് കാണാം. മംഗോളിയ, റഷ്യ ആൻഡ് ചൈന, ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ കാണപ്പെടുന്നതായ സെൻട്രൽ ഏഷ്യയിലെ ഒരു ഭാഗമാണ്, രാജ്യമാണ് മംഗോളിയ. ഒരു സാമ്രാജ്യമായിരുന്നു മംഗോളിയ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ലാൻഡ് ഓഫ് മെഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടൻസ്. മെഡോസ് മീൻസ് പുൽമേടുകൾ, ദെൻ ഡെസേർട്സ് മരുഭൂമി, ആൻഡ് ഓൾസോ വിത്ത് മൗണ്ടൻസ്, അതായത് പർവ്വതങ്ങളും മരുഭൂമികളും പുൽമേടുകളും നിറഞ്ഞതായ ഒരു ഭൂപ്രദേശമായിരുന്നു മംഗോളിയ എന്ന് പറയുന്നു. The people were nomads. The Mongolians were nomads who were always roamed on the horses. അത് എപ്പോഴും കുതിരപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം നൊമാഡ്സ് ഓർ അപരിഷ്കൃതമായിട്ടുള്ള ആൾക്കാരായിരുന്നു മംഗോളിയൻസ് എന്ന് പറയുന്നത്. Who unified them? ആരാണ് അവരെ ഏകീകരിച്ചു എന്ന് പറയാമോ? ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ unified them and he established the empire called the Mongolian Empire. ഇങ്ങനെ അലഞ്ഞു നിന്നിരുന്ന കൂട്ടത്തെ ഏകോപിപ്പിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഫൗണ്ടഡ് മംഗോളിയൻ എംപയർ. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. വാസ് ദ ഫൗണ്ടർ ഓഫ് മംഗോളിയൻ എംപയർ. ചെങ്കിസ് ഖാൻ വാസ് ദ ഫൗണ്ടർ ഓഫ് മംഗോളിയൻ എംപയർ. അപ്പൊ ചെങ്കിസ് ഖാനെ കുറിച്ചാണ് നമ്മൾ മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദം വാസ് ദെയർ കവൽറി, ദാറ്റ് ഈസ് ദെയർ കുതിരപ്പട. അവർ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു കുതിരപ്പട എന്ന് പറയുന്നു. ആൻഡ് ദ നോട്ടബിൾ ഫീച്ചർ ഓഫ് ദെയർ കവൽറി വാസ് ദാറ്റ് ദേ യൂസ്ഡ് cannons which would be used while they were sitting on the horses, or small cannons that could be used when they were on the horses. That was the attractive feature of their army. അതായത് അവരുടെ ആർമിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, ആകർഷണീയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ കുതിരപ്പുറത്ത് ആയിരിക്കുന്ന സമയത്തും അവർക്ക് എന്തുപയോഗിക്കുമായിരുന്നു? ചെറിയ പീരങ്കികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതാണ് അവരുടെ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത്. Then Genghis Khan introduced the espionage, that means a spy. He established a spy and a secret group throughout his country to check about his enemies. Another important notable feature of Genghis Khan was that his courier system, that means to connect different parts of the world with his country, he started a postal system. അതായത് it was very speedy and effective. മറ്റു പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു തപാൽ സമ്പ്രദായം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ തപാൽ സമ്പ്രദായത്തിന് പറയുന്ന പേരായിരുന്നു കൊറിയർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് വെരി സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്. വളരെ കാര്യക്ഷമവും വളരെ വേഗത്തിലുമുള്ളതായ ഒരു തപാൽ സമ്പ്രദായമായിരുന്നു ചെങ്കിസ് ഖാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ കവൽറി, കുതിരപ്പട വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ കുതിരപ്പുറത്തായിരിക്കുമ്പോഴും
തന്റെ സൈനികർക്ക് പീരങ്കി ഉപയോഗിക്കാനുള്ളതായ ഒരവസരം ഉണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി പോസ്റ്റൽ സിസ്റ്റം സ്ഥാപിച്ചു. ആ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആൻഡ് സ്പീഡി ആയിരുന്നു. വളരെ കാര്യക്ഷമവും വളരെ വേഗത്തിലും നടന്ന ഒരു തപാൽ സമ്പ്രദായമായിരുന്നു തന്റെ കാലഘട്ടത്തിലെ കൊറിയർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ചാരന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. ഇതൊക്കെയാണ് ചെങ്കിസ് ഖാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് പിന്നെ Mongolia is a place between China and Russia in Central Asia. They were nomads or uncultured people, and they always roamed throughout the country on his horse. Genghis Khan unified them and founded the Mongolian Empire. പോയിന്റ് മനസ്സിലാക്കുക, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തരാം. The first question is that Harun al-Rashid was the most famous among the Abbasids. Examine the relevance of this statement. അതിന്റെ മലയാളം എന്ന് പറയുന്നത് അബ്ബാസിയ ഖലീഫമാരിൽ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഹറൂൺ അൽ റഷീദ്. പ്രസ്താവനയുടെ സാഹിത്യം പരിശോധിക്കുക. Second question, what were the major characteristics of the Mongolian army? മംഗോളിയൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം ആയിരുന്നു? The last question, what was the name of the postal system introduced by Genghis Khan? What were its features? ചെങ്കിസ് ഖാൻ കൊണ്ടുവന്ന തപാൽ സംവിധാനത്തിന്റെ പേര് എന്തായിരുന്നു അതിന്റെ സവിശേഷത? ബാക്കി ഭാഗം